നേരത്തെയുള്ള രോമവളർച്ച കുട്ടികളുടെ ഹൈറ്റിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. പലപ്പോഴും ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ് പെൺകുട്ടികളെ നമ്മൾ നോക്കുക പ്യൂബർട്ടീൻ്റെ സ്റ്റാർട്ടായിട്ട്. അപ്പം അധിക ആളുകളിലും തീലാർക്കി അഥവാ ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ആദ്യം വരിക. അത് കഴിഞ്ഞിട്ടാണ് പ്യൂബാർക്കി അല്ലെങ്കിൽ രോമവളർച്ച ആൺകുട്ടികളിലൊക്കെ പെൺകുട്ടികളിലൊക്കെ വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷത്തിൽ രോമം അല്ലെങ്കിൽ പ്യൂബിക് ഹെയർ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അധികം ആളുകളിലും നേരത്തെ വരുന്ന ഒരു രോമവളർച്ച അത്രത്തോളം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമില്ല. പ്രിമിച്ചർ അഡ്രിനാർക്കി, അതായത് അഡ്രിനൽ ഗ്രന്ഥി ചില വീക്ക് ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ തരത്തിലുള്ള രോമവളർച്ച ഉണ്ടാകുന്നത്. ചില ആളുകൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അമിതവണ്ണമുള്ള കുട്ടികളിലാണ് പ്രിമിച്ചർ അഡ്രിനാർക്കി അല്ലെങ്കിൽ രോമവളർച്ച ആദ്യമായിട്ട് കാണുക ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഇല്ലാതെ. എന്നാൽ എല്ലാ സമയത്തും ഈ ഒരു രോമവളർച്ച യാതൊരു പ്രശ്നം ഉണ്ടാക്കാത്തതല്ല. നമ്മൾ കൃത്യമായി നോക്കേണ്ടത് അതിന് കൂടിയായിട്ട് പെൺകുട്ടികൾക്കാണെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഉണ്ടോ, ആൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ടെസ്റ്റിക്കുലർ വോള്യം അവരുടെ മണീൻ്റെയൊക്കെ വലിപ്പം വലുതാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രിമച്വർ പ്യൂബർട്ടി അല്ലെങ്കിൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ആവാം. ആൻഡ് ഈ രോമവളർച്ച പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം 8 വയസ്സിന് പിറകിലായിട്ട് വരിക, കക്ഷത്തും ഗുഹ്യഭാഗങ്ങളിലൊക്കെ രോമം വരിക. ആൺകുട്ടികൾക്കാണെങ്കിൽ ഒരു 9 വയസ്സിന് മുന്നേ ആയിട്ട് വരികയാണെങ്കിലും അത് സിഗ്നിഫിക്കൻ്റ് ആണ്. ആ രീതിയിൽ അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടണം. എന്നാൽ മാത്രമേ നമ്മൾ 3 തരത്തിലാണ് ഇവാലുവേറ്റ് ചെയ്യുക. അവരുടെ ഹോർമോണൽ പ്രൊഫൈൽ നോക്കും, LH FSH ഒക്കെ നോക്കും, അല്ലെങ്കിൽ അവരുടെ എക്സ്റേ എടുത്ത് നോക്കും, കൈയിൻ്റെ എക്സ്റേ എടുത്ത് നോക്കി ബോണേജ് ആക്സലേറ്റഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ അവരുടെ സ്ത്രീകളിലാണെങ്കിൽ അൾട്രാസൗണ്ട് എടുത്ത് ഓവറീസും അല്ലെങ്കിൽ യൂട്രസും ഒക്കെ പ്യൂബർട്ടൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ ആവശ്യമാണ്. ആളുകളുടെ നേരത്തെ രോമം, നിങ്ങളുടെ കുട്ടികളുടെ നേരത്തെ കക്ഷത്തും ഗുഹ്യഭാഗങ്ങളിലൊക്കെ രോമം കാണുന്നുണ്ടെങ്കിൽ. താങ്ക് യു. Stay healthy. Follow for more.